മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മുസ്ലിം ലീഗിന്റെ പുലിക്കുട്ടിയൊക്കെ കൂടി എലിക്കുട്ടിയാവുന്നത് നിങ്ങൾ കണ്ടോ? ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മുന്നിൽ ആ നിൽക്കുന്ന നിൽപ്പ് നിങ്ങൾ കണ്ടില്ലേ? പ്രചരണ സമയത്ത് താങ്കൾ തന്നെ പറഞ്ഞിരുന്നു യുഡിഎഫ് അധികാരത്തിൽ വന്നത് അറബിക്കടൽ വലിച്ചെറിയുമെന്നൊരു പ്രചരണ രംഗത്ത് വലിയ ആക്ഷേപം CPM-നെതിരെ ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറയുന്നത് ഒപ്പിട്ടിരുന്നെങ്കിലും ആ ഗവൺമെന്റ് അതിൽ നിന്ന് പിന്നോട്ട് പോയി ആ പ്രൊസീജിയേഴ്സിലോട്ട് കടന്നിട്ടില്ല എന്നതാണ്. ആ ഫണ്ട് SSKയുടെ ഭാഗമായി ന്യായമായി സംസ്ഥാനത്തിന് കിട്ടേണ്ടതുമാണ്. ഇപ്പൊ അതാണ് UDF ഏറ്റുപിടിക്കുന്നത്. അത് കൈരളിയുടെ പ്രത്യേകമായ ഒരു നിരീക്ഷണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ അതെന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി ഗവൺമെന്റിനെ തടഞ്ഞു വെച്ച പണം 90 ചില്ലാനം കോടി രൂപ തടഞ്ഞു വെച്ചു. ആ തടഞ്ഞു വെച്ച പണം ഇതിൽ ഒപ്പിട്ടാൽ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുകയും ഒപ്പിട്ട ശേഷം സെൻട്രൽ ഗവൺമെന്റിന്റെ വിഹിതമായിട്ടുള്ള ആ പണം ഇവിടെ വരികയും ചെയ്തു. അതതിന്റെ വസ്തുതാപരമായ കാര്യം. ഞങ്ങളത് പരിശോധിക്കുകയും ചെയ്തു. ഏത് ഫണ്ടായാലും ആ ഫണ്ട് ഗവൺമെന്റ് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. PM ശ്രീയിൽ ഒപ്പിട്ടാലേ കൊടുക്കുള്ളൂ എന്ന് ഗവൺമെന്റ് പറഞ്ഞു. ഒപ്പിട്ടതിന് ശേഷം ആ പണം കൊടുക്കും. വേറെ ആർക്കും നിങ്ങൾ കേട്ടില്ലേ? അതായത് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദ്യം ചോദിക്കുമ്പോ കൈരളിയല്ലേ എന്ന് പറഞ്ഞ് പുച്ഛിക്കുക. ഇവരൊക്കെയാണോ ഇവിടെ ജനാധിപത്യം ഉയർത്തിപ്പിടിച്ച് മോദിക്കെതിരെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത്? മോദിയെ ജനാധിപത്യം പഠിപ്പിക്കുന്നതിന് മുമ്പേ ആയിട്ട് ആദ്യം ലീഗിന്റെ ജനാധിപത്യ ബോധമൊന്ന് സ്വയം വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഒരു കൈരളിയുടെ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മുന്നിൽ പോലും മാന്യമര്യാദക്കൊരു ഉത്തരം പറയാൻ സാധിക്കില്ല. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തേ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് നിങ്ങൾ തരം തിരിച്ച് മാറ്റി നിർത്താണോ? ഇവർക്കൊക്കെ ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? ആ മാധ്യമ പ്രവർത്തകർ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ കേന്ദ്രം കൃത്യമായിട്ട് പറയുന്നു, ഈ പറയുന്ന കേരളം ഒപ്പുവെച്ചിരുന്നെങ്കിലും ആ ഒപ്പുവെച്ചിരുന്നിടത്ത് നിന്ന് അവർ പിന്നോട്ടടിച്ചോ. പിന്നെ തുക ഏതു പദ്ധതിയാണ്? അതായത് PM ശ്രീ പദ്ധതിയെ അംഗീകരിച്ചാൽ PM ശ്രീ പദ്ധതിയുടെ തുക കേന്ദ്ര സർക്കാർ നൽകും. അതിൽ ഒപ്പുവെച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ക്യാഷ് തരില്ല. ഏതൊക്കെ പദ്ധതിയുമായിട്ടാണോ കേന്ദ്ര സർക്കാരുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് ആ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ പണം തരൂ. അല്ലാതെ ഇതില്ലാത്തത് കൊണ്ട് മറ്റെല്ലാ ഫണ്ടുമില്ലോ എന്നൊക്കെ പറയുന്നത് എത്ര ഉളുപ്പില്ലായ്മ! ഇവർക്ക് ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ പോലും ഒരു അർഹതയില്ല. ഇന്ന ചാനലാണോ മാറ്റി നിർത്തോ. ഇവരാണ് മോദി അങ്ങനെ ഇങ്ങനെ എന്ന് പറയും. ഇവരെങ്ങനെയാണ് എന്നുള്ളത് സകല മലയാളികളും തിരിച്ചറിയാം. ഇനി അറബിക്കടലിലേക്ക് PM ശ്രീ പദ്ധതിയെ എറിയുമെന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ മറുപടി ഒന്ന് കേട്ടോക്കൂ. അല്ല, അത് അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഈ ചില വാചകങ്ങൾ എടുത്തിട്ട് ഈ അറബിക്കടൽ എന്നൊക്കെ ചോദിക്കണമായിട്ടുള്ള വർത്താനാണത്. രാഷ്ട്രീയത്തിൽ പറയണത് ഒരു പുസ്തകം കൊണ്ട് അറബിക്കടലിൽ അറിഞ്ഞാൽ അവസാനിക്കില്ലല്ലോ. അതൊക്കെ പ്രസംഗത്തിലെ ചില പ്രയോഗങ്ങളാണ്. സാമാന്യമായ യുക്തിക്ക് മനസ്സിലാവും, രാഷ്ട്രീയം ഉണ്ടായാൽ മനസ്സിലാവില്ല. അത് അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗത്തിൻ്റെ പ്രശ്നമാണ്. കമ്മിറ്റഡ് ഞാൻ പറഞ്ഞ പോലെയാണ്. ഒരു ഗവൺമെൻറ് അസൈൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ഉത്തരവാദപ്പെട്ട മിനിസ്റ്ററാണ്. എനിക്കിപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത ഒരു സമീപനത്തെ ഒറ്റയടിക്ക് അതിലേക്ക് നിന്ന് മാറി പറയാൻ കഴിയില്ല. അതിന് സമയമെടുക്കും. ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങളെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലേ? അറബിക്കടലിൽ എറിയുമെന്നൊക്കെ പറഞ്ഞത് അത് ഞങ്ങളൊരു പ്രസംഗത്തിന്റെ ശൈലിയാണ്. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് അണികളുടെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ മോന്തക്ക് തന്നെയല്ലേ ഈ KM ഷാജി കൊട്ടിയിട്ടുള്ളത്? KM ഷാജിയുടെ ഒരു പ്രസംഗം കേട്ടിട്ടോ പൊതുബോധമുള്ള ഒരു മനുഷ്യനും കൈയടിക്കൂല. അത് കൈയടിക്കുക എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ അടിമകളായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. ബോധമുള്ള ഒരു മനുഷ്യരും ഈ KM ഷാജിയുടെ പ്രസംഗം കേട്ടൊന്നും ഒരു കാലത്തും കൈയടിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ ഷാജി എന്താ പറയുന്നത്? ഈ അറബിക്കടലിലേക്കൊക്കെ എറിയുമെന്നൊക്കെ പറയുന്നത് അതൊരു ശൈലി മാത്രമല്ലേ? ഒന്നും നടക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടാ ഇപ്പോ ഈ തരത്തിൽ പറയുന്നത്. ഈ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് കേരളം. ഇത് ലീഗിന്റെ അണികൾ ഉൾപ്പെടെ സകലരും തിരിച്ചറിയണം. ഈ ലീഗ് അങ്ങ് അധികാരത്തിലേക്ക് എത്തിയാൽ എന്തെങ്കിലും മലമറിക്കാം എന്നൊക്കെ ആയിരുന്നു നേതാവ് പ്രസംഗിച്ചിരുന്നത്. ഒരു ഉണ്ടയും നടക്കൂല. രാജ്യത്തൊരു പദ്ധതി പ്രഖ്യാപിച്ചാൽ ഈ രാജ്യത്തിന്റെ ഭാഗമാണ് കേരളമെങ്കിൽ ആ കേരളത്തിലും ആ പദ്ധതി നടപ്പിലാക്കും. അതിനിവിടെ കിടന്ന് നിങ്ങളുടെ അണികളൊക്കെ എന്തിനാണ് ഇങ്ങനെ വഞ്ചിക്കുന്നത്? ഈ ലീഗിന്റെ ഒക്കെ പൊളിറ്റിക്സ് എന്താ? ലീഗൊക്കെ എന്തെങ്കിലും ഒരു വികസനത്തെ കുറിച്ച് സംസാരിക്കാറുണ്ടോ? ലീഗ് എന്നും പറയാനുള്ളതോ മോദി എങ്ങനെയാണ്, BJP എത്ര കാലമായിട്ട് ഇതും പറഞ്ഞ് ഇവിടെ
അധികാരത്തിലേക്ക് എത്താൻ നിരന്തരം ശ്രമിക്കുന്നു. PM ശ്രീ പദ്ധതിക്കൊക്കെ എതിരെ യജാതി പ്രസംഗമൊക്കെയായിരുന്നു കെ എം ഷാജിയെ പുലിക്കുട്ടിയൊക്കെ ആക്കി ഒരുപാട് ആളുകൾ പൊക്കി നടന്നിരുന്നു. ഇപ്പൊ എന്തു പറയുന്നു? ഒരു പുലിക്കുട്ടിയും ഒരു എലിക്കുട്ടിയും അല്ല എന്നുള്ളതല്ലേ വളരെ യാഥാർത്ഥ്യം. സകലതും അടങ്ങി ഒതുങ്ങി ഇപ്പോ മന്ത്രിയായിട്ട് മുന്നോട്ട് പോകുന്നു. രാജ്യത്തെ കേന്ദ്ര സർക്കാരിനോട് മുട്ടാനൊന്നും മുസ്ലിം ലീഗ് ഒന്നും വളർന്നിട്ടില്ല എന്നുള്ളതൊക്കെ സകല മുസ്ലിം ലീഗ് അണികളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ. മറ്റൊരു കാര്യം എടുത്ത് മനസ്സിലാക്കേണ്ടതാണ്, 22 MLA മാത്രമായപ്പോഴേക്ക് കൈരളി ന്യൂസ് ചാനല് അതിന്റെ മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചപ്പോഴേക്ക് ലീഗിന്റെ നേതാവ് മന്ത്രി പറയാണ്, ഇനി വേറെ ആരെങ്കിലും കൈരളിക്ക് അങ്ങനെ വേറെ ആരെങ്കിലും ഇതൊന്നും ജനാധിപത്യ വിരുദ്ധതയല്ലേ? ഈ നാട്ടിൽ, അതായത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ മാധ്യമങ്ങളും ഉണ്ടാവും. ആ ചോദ്യത്തിന് നേരെ കണ്ണടച്ചിട്ടൊന്നും നിങ്ങൾ ചെയ്ത് തെറ്റല്ലാതിരിക്കുന്നില്ല. നിങ്ങൾ എന്ത് തരത്തിലുള്ള തെറ്റാണ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ നിങ്ങളുടെ അണികളെ തന്നെ പറഞ്ഞു പറ്റിച്ചോ. ഇവര് ഈ മുസ്ലിം ലീഗിന്റെ അണികളും മുസ്ലിം ലീഗ് നേതാവൊക്കെ പറയുന്നത് കേൾക്കാം, കേന്ദ്ര സർക്കാരിനെ ഞങ്ങൾ അങ്ങ് മലമറിക്കുമെന്ന്. ഇനി മുസ്ലിം ലീഗ് ഇപ്പൊ അധികാരത്തിലെത്തിയല്ലോ, എന്നിട്ട് പോലും ഒരു ചുക്കും മോദി സർക്കാരിനെയോ BJP സർക്കാരിനെതിരെയോ ഒരു ചുക്കും മുസ്ലിം ലീഗിനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാ. അത് ആ ഒരു പദ്ധതിയെ എതിർക്കാൻ ഒരു അർഹതയും ഇവിടെയുള്ള മുസ്ലിം ലീഗിനുള്ള ഇവിടെയുള്ള ഇടതുപക്ഷത്തിനുള്ള. കാരണം അത് ഈ കേരളത്തിലെ സാധാരണ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേന്ദ്രം നടപ്പിലാക്കുന്ന വളരെ വലിയൊരു പദ്ധതിയാണ്, ഒരു സ്വപ്ന പദ്ധതിയാണ്. നമ്മുടെ നാട് വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയാണ്. നമ്മുടെ കേരളത്തിലെ സാധാരണ വിദ്യാർത്ഥികൾക്ക്, പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കി ലോക നിലവാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുക. ഇവിടെ പണമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ വീട്ടുകാര്, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ, ഇത്തരം ആളുകളുടെ ഒക്കെ തന്നെ നേതാക്കന്മാരുടെ മക്കളൊക്കെ എവിടെ പഠിക്കാൻ പോകും? വിദേശ രാജ്യങ്ങളിലേക്ക് ഓടും. അവിടെ അവർ പഠിക്കും. പണമുണ്ടല്ലോ, ഒരുപാട് കണ്ടമാനം പണമുള്ളത് കൊണ്ട് ലീഗ് നേതാക്കന്മാര്, കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ അവരുടെ മക്കളെ വിദേശത്തേക്ക് പറഞ്ഞയക്കും പഠിക്കാനേ. അതേസമയം ഇവിടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് വലിയ പണം മുടക്കി പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി പണം മുടക്കുന്നതിന് ലീഗ് നേതാക്കന്മാർ ഉറഞ്ഞു തൊള്ളി രംഗത്ത് വന്ന് അതിനെതിർക്കുക. കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോ എതിർത്തോണ്ടിരിക്കുന്നു. ഇപ്പോഴും അവര് ഒരു തുമ്പത്തേക്ക് എത്തി നിൽക്കുക എന്ന് പറയും. അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ എന്ന രീതിയിലാണ്. ഏറെക്കുറെ ഈ പദ്ധതിയോട് എതിർത്ത് നിൽക്കാൻ UDF-നെ കൊണ്ടും LDF-നെ കൊണ്ടും സാധിക്കില്ല. ഇത് നാടിന്റെ, ഇത് രാജ്യത്തിന്റെ പുരോഗതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. നമ്മുടെ പുതുതലമുറയെ വളർത്തുന്ന ഒരു പദ്ധതിയൊക്കെ UDF എതിർത്താലും LDF എതിർത്താലും അതിനെയൊക്കെ ബോധമുള്ള സകല മലയാളികളും പുച്ഛിച്ച് തള്ളണോ.